പേര് ഈ പെൺകുട്ടികളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാം. പക്ഷേ ഞാനത് പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ വാർത്തകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ രസകരമായ മറ്റൊരു കൗതുകകരമായ മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് നിയമമൂലം നിരോധിക്കപ്പെട്ട കാര്യമാണ്. അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. അതിനെപ്പറ്റിയൊക്കെ പറയാൻ നിൽക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതെന്താ ഇത്ര പറഞ്ഞ് പഠിപ്പിക്കാനുള്ള കാര്യമാണോ എന്ന്. അതുപോലെ തന്നെ സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് കുറഞ്ഞത് 5 വർഷം വരെയെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടാവുന്ന നോൺ ബെയിലബിൾ ആയിട്ടുള്ള നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള, അതായത് ഒത്തുതീർപ്പാക്കാനും സാധ്യതയില്ലാത്ത പറ്റാത്ത ഒരു കുറ്റമാണ്, ജാമ്യം കിട്ടാത്തൊരു കുറ്റമാണ് എന്നൊക്കെ ആളുകൾക്ക് അറിയാം. പക്ഷേ എന്നാലും ഈ സ്ത്രീധന മരണങ്ങൾ എത്രയോ നമ്മുടെ നാട്ടിൽ വരികയാണ്. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച വാർത്ത, ഞാൻ ആളുകളുടെ പേരുകളൊന്നും പറയുന്നില്ല, പാമ്പ് 2-3 തവണ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കാൻ ശ്രമിച്ച് അങ്ങനെ പാമ്പ് കടിച്ച് മരിച്ച സംഭവങ്ങളും ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ലോകം അറിയുന്നു. അതിൻ്റെ വാർത്തകളും കോടതി വിധികളും ഒക്കെ ലോകം വായിച്ചു. അതുപോലെ തന്നെ കൊടുത്ത കാറിൻ്റെ വിസ്തൃതി പോരാ, വില പോരാ എന്ന കാര്യത്തിന് സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടിയ ഒരു കാറ് ടൊയോട്ട യാരിസ് കാറാണ്, പക്ഷേ അതല്ല ഹോണ്ട സിറ്റി കാറാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പോലും പീഡനത്തിൻ്റെ ഭാഗമാക്കി അവസാനം തൂങ്ങി മരിക്കേണ്ടി വന്ന പെൺകുട്ടികളുടെ പരാതിയുമായി പോലീസിൽ പോകുമ്പോൾ പോലീസും അധിക്ഷേപിക്കുന്നു, അങ്ങനെ മരിക്കേണ്ടി വന്ന പെൺകുട്ടികളുടെയൊക്കെ കഥ. ഇത്തരം നിരവധി കഥകളല്ല വാർത്തകൾ. ഞാൻ ആരുടെയും പേര് ഈ പെൺകുട്ടികളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാം, പക്ഷേ ഞാനത് പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ വാർത്തകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ രസകരമായ മറ്റൊരു കൗതുകകരമായ മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ വിവാഹങ്ങൾക്ക് പോകാറുണ്ട്. ഈ വിവാഹങ്ങൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചെറിയ സമ്മാനം കൊടുക്കും, ഇനി വളരെ അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിൽ വലിയ സമ്മാനങ്ങൾ കൊടുക്കും. ഈ കൊടുക്കുന്ന സമ്മാനം ചിലർ എഴുതി വയ്ക്കും, ചിലരിപ്പോൾ കവറൊക്കെ കൊടുക്കുമ്പോൾ അവർ എഴുതി വയ്ക്കാറൊക്കെ ഉണ്ടാകും. അതൊക്കെ എങ്ങനെയാണ് അവരവരുടെ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 വന്നതാണ്. ആ ആക്ടിനെ ചുവടുപിടിച്ച് 85 ഒരു റൂൾസ് വന്നിട്ടുണ്ട്. ആ റൂൾസിൽ ഡൗറി പ്രൊഹിബിഷൻ മെയിൻ്റനൻസ് ഓഫ് ലിസ്റ്റ് ഓഫ് പ്രസൻസ് ടു ദ ബ്രൈഡ് ആൻഡ് ബ്രൈഡ്ഗ്രൂം എന്ന് പറഞ്ഞ് 85 വന്ന ചട്ടമാണ്. 2 ചട്ടങ്ങളെ അതിനകത്തുള്ളൂ. അതിൽ 2ാമത്തെ ചട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏറെ രസകരവും കൗതുകകരവുമാണ്. അതിൽ പറയുന്നത് ഭാര്യയും ഭർത്താവും, അതായത് വരനും വധുവും വിവാഹ സമയത്ത് അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കണം. ആരാണ് സമ്മാനം തന്നത്, എന്താണ് സമ്മാനം തന്നത്, എന്താണ് ആ സമ്മാനം തന്ന ആളും ഇവരുമായിട്ടുള്ള ബന്ധം, അത്തരത്തിൽ പട്ടിക തയ്യാറാക്കി വരനും വധുവും ഒപ്പിടണം. ഇനി അവർക്ക് സമ്മതമാണെങ്കിൽ മറ്റു ബന്ധുക്കൾ ഒപ്പിടാം. അങ്ങനെയൊക്കെയുള്ള ഒരു ചട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അത് കേന്ദ്ര ചട്ടമാണ്. ആ കേന്ദ്ര ചട്ടം എന്തായാലും നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ 2004 ഡൗറി പ്രൊഹിബിഷൻ റൂൾസ് ഉണ്ട്. അതിൽ തന്നെ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് ഉണ്ട്. അത് എല്ലാ ജില്ലകളിലും ഒക്കെ അമെൻമെൻറ്റ് വഴിയൊക്കെ വരുത്തിയിട്ടുണ്ട്. അവിടെയും പറയുന്നത് ഈ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് അവർക്ക് കിട്ടുന്ന പരാതികൾ 3 മാസത്തെ ക്വാർട്ടർലി റിപ്പോർട്ടുകൾ നൽകണം. 3 മാസത്തിനുള്ളിൽ പരാതി തീർപ്പാക്കണം. ഈ റിപ്പോർട്ടുകളെ തുടർന്ന് നടപടികൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ രജിസ്റ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ സ്ത്രീധനം എന്നുള്ളത് കൊടുക്കണ്ട വാങ്ങണ്ട എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ പേരിൽ നിരവധി മരണങ്ങളും മുറിവുകളും പീഡനങ്ങളും ഒരുപാട് ബന്ധങ്ങൾ വേർപിരിയിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഈ അടുത്തൊരു സിനിമയിൽ കണ്ടതാണല്ലോ, ഞങ്ങൾ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല, അത് ഞങ്ങളുടെ മര്യാദ, പക്ഷേ തരേണ്ടത് നിങ്ങളുടെ മര്യാദയല്ലേ. ആ മര്യാദയാണ് ഇന്നിപ്പോൾ ആളുകളുടെ മനസ്സിലൊക്കെ ഉള്ളത്. പെൺകുട്ടികൾക്ക് വിവാഹിതരായിട്ട് വിവാഹം കഴിക്കാനായിട്ട് വരുമ്പോൾ ഒന്നും ചോദിക്കുന്നില്ല, അത് ഞങ്ങളുടെ മര്യാദ, പക്ഷേ ചോദിച്ചില്ലെങ്കിലും തരേണ്ടത് നിങ്ങളുടെ മര്യാദ. ആ രീതിയിൽ ജനം അംഗീകരിച്ച് സിനിമയിൽ വരെ അത് വരുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിൽ അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കൗതുകകരമായ ഈ ഒരു വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. കല്യാണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന കല്യാണങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളുടെ പട്ടിക എല്ലാവരും സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇപ്പോൾ ചില സമുദായങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കല്യാണ സമയത്തുണ്ടെങ്കിൽ അവരത് രജിസ്റ്റർ എഴുതുന്ന പതിവൊക്കെ ഉണ്ട്. ഇപ്പോൾ കുടുംബ കോടതികളിലെല്ലാം റിട്ടേൺ ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്ന കേസുകളിലൊക്കെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തെളിവുകളായിട്ട് വരാറുണ്ട്. പക്ഷേ എല്ലാവർക്കും മറ്റ് പലർക്കുമൊന്നും അങ്ങനെ ഒരു പട്ടികയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇത്തരത്തിലൊരു പട്ടിക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നാൽ വലിയൊരു വ്യത്യാസമായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും അത്തരത്തിലൊരു പട്ടിക അധികം പേരുടെയൊന്നും മനസ്സിൽ ഇപ്പോൾ ഇല്ല. അത് വരുന്നത് പ്രായോഗികമാണോ എന്നൊക്കെയുള്ളത് വേറെ ചോദ്യം. ഏത് തരത്തിലുള്ള ചോദ്യവും ഉത്തരവുമാണെങ്കിലും വിവാഹിതരാകുമ്പോൾ അവിടെ തരുന്ന സമ്മാനങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്തരത്തിലൊരു പട്ടിക ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിന് ഒരുപാട് മാറ്റമുണ്ടാക്കാൻ കാരണമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല.